സാധാരണഗതിയിൽ നമ്മൾ വെക്കുന്ന സെക്യൂരിറ്റിയുടെ മുഴുവൻ ഒരു കാരണവശാലും നമുക്ക് ലോൺ തരില്ല. ചില ലോണുകളിൽ 50%, ചില ലോണുകളിൽ 75%, ചില ലോണുകളിൽ 80%. അങ്ങനെ അത് കൃത്യമായിട്ട് ലോൺ ടു വാല്യൂ ബാങ്ക് ഫിക്സ് ചെയ്യും. അതിനനുസരിച്ചേ നമുക്ക് ലോൺ കിട്ടുള്ളൂ. ഇത് സെക്യൂർഡ് ലോണുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ലോണോ അൺസെക്യൂർഡ് ലോണിനോ ഈ കാര്യം ബാധകമാവണില്ല. സെക്യൂർഡ് ലോണുകൾ, ഒരു സെക്യൂരിറ്റിക്ക് അഗേൻസ്റ്റ് നമുക്ക് തരുന്ന ലോണുകളിൽ സാധാരണഗതിയിൽ ഒരു മാർജിൻ, അതായത് ഇപ്പോൾ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, അതായത് ഇപ്പോൾ ഒരു വീട് പണിയാൻ കരുതി നമ്മൾ ചെല്ലുന്നു, അപ്പോൾ അതിൻ്റെ തറ കെട്ടാനുള്ള തുകയെങ്കിലും ഈ ലോൺ എടുക്കുന്ന ആളുടെ കയ്യിൽ വേണമല്ലോ. അപ്പോൾ തറ കെട്ടാൻ എന്നുള്ളതല്ല, മൊത്തത്തിൻ്റെ ഒരു 25% നിങ്ങൾ എടുക്കുമോ, അങ്ങനെയാണെങ്കിൽ ബാക്കി 75% ഗവൺമെൻറ് അല്ല ബാങ്ക് തരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ 1 ലക്ഷം രൂപ ഗോൾഡിന് വിലയുള്ള സമയത്ത് ഈ 1 ലക്ഷം തന്ന് നാളെ ഗോൾഡിൻ്റെ വാല്യൂ കുറഞ്ഞു പോയ ബാങ്ക് എന്ത് ചെയ്യും? അപ്പോൾ അതിന് അവർ ഒരു മാർജിൻ, അതാണ് ഈ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വിലയുള്ളതിൻ്റെ ഇത്ര % നിങ്ങൾ ബെയർ ചെയ്യുക, ബാക്കി നമ്മൾ ഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്.